എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. എഴുന്നേറ്റ് കഴിഞ്ഞ് എന്താ നമ്മളൊന്ന് പുറത്തേട്ട് നോക്കിക്കഴിഞ്ഞാലോ, കൂരിരുട്ട്. പക്ഷേ ഒരു 10:30-11 മണി വരെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുവാണെങ്കിൽ എന്നാ രസമായിരിക്കും അല്ലേ? ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ലഡുവൊക്കെ പൊട്ടുമല്ലേ? പക്ഷേ പണ്ടാരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു 10:30-11 മണി വരെയൊക്കെ നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മതി. ബാക്കി പകുതി നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണേ. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെ, മുഴുവൻ ഇരുട്ട്. മറ്റേ നമുക്ക് ആകെ പ്രകാശം കാണാൻ പറ്റുന്നത് അടുക്കളയുടെ 2 ജനലിൻ്റെ കുറച്ച് പ്രകാശങ്ങൾ കാണാം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ സ്ഥിതിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അങ്ങ് തുടങ്ങുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ നാടൻ രീതിയിലുള്ള പരിപാടിയാണ്. ഉണക്കക്കപ്പ പുഴുങ്ങിയത്. ഉണക്കക്കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ സംഭവം ഇച്ചിരി ഹെവി ആയതുകൊണ്ട് കുറേ നേരത്തേക്ക് വിശക്കത്തുമില്ല. പണ്ട് നമ്മൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ലഗേജിലുണ്ടാകുന്ന ഒരു സാധനമായിരുന്നു ഉണക്കക്കപ്പ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്കിടെ ഈ കടയൊക്കെ ഉണക്കക്കപ്പയും എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. എന്തിന് വായു ഗുളിക പോലും അവൈലബിളാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാനങ്ങ് തള്ളി മറിക്കുവാണല്ലോ എന്ന്. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മലയാളി കടയിൽ പോയായിരുന്നേ. അപ്പോൾ ഞാൻ കണ്ടതാണ് വായു ഗുളിക. ഇതിൻ്റെ വില കണ്ടോ, 0.99 അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിലാണെങ്കിൽ നമ്മൾ ഈ ഒരു കുപ്പി വായു ഗുളികയ്ക്ക് നമുക്കടെ നാട്ടിൽ 106 രൂപ 21 പൈസ കൊടുത്താണ് നമ്മൾ ഈ സാധനം മേടിക്കുന്നത്. ആക്ച്വലി ഈ വായു ഗുളിക കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് ഓർത്തത്, പണ്ടിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ബസ് നിർത്തിയിടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആൾക്കാർ വിൽക്കാൻ വേണ്ടി വരുമായിരുന്നല്ലോ വായു ഗുളിക. പക്ഷേ അതിന് 10 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ വിമാനമൊക്കെ കയറി അന്യനാട്ടിൽ വന്നതല്ലേ, അപ്പോൾ പിന്നെ അതിന് ഇച്ചിരി കൂടെ ഡിമാൻഡൊക്കെ ആവാമല്ലോ അല്ലേ? കൂർക്ക് മെഴുക്ക് പുരട്ടി ഇരിക്കുന്നുണ്ടോ? കൂർക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവം, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് നന്നാക്കി എടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട്. അതെന്തായാലും കപ്പ ആദ്യം പുഴുങ്ങി തീർക്കാം, എന്നിട്ട് പറയാം. അപ്പോൾ നമ്മുടെ കപ്പയുടെ അരപ്പിനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും കാന്താരി മുളകായിരുന്നു വേണ്ടത്. കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഉണക്ക കാന്താരി മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഉണക്കക്കപ്പ ആയതുകൊണ്ട് നെഞ്ചരിച്ചിലിനുള്ള നല്ല സാധ്യതകളുള്ളതുകൊണ്ട് 2 വെളുത്തുള്ളിയുടെ കഷ്ണമൊക്കെ ചേർത്താണ് നമ്മൾ അരപ്പുണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് വെളുത്തുള്ളിയൊക്കെ ചേർത്താണോ ഉണക്കക്കപ്പയ്ക്ക് അരപ്പുണ്ടാക്കാറ്? നെഞ്ചരിച്ചിലൊക്കെ ഒഴിവാക്കാൻ കേട്ടോ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. നമ്മളപ്പോൾ അരപ്പൊക്കെ ഇട്ട് നമുക്കിവിടെ ഉണക്കക്കപ്പ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തലേ ദിവസത്തെ മീൻകറിയും കൂടെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പം നല്ല ഉണക്കക്കപ്പയും തലേ ദിവസത്തെ മീൻകറിയും 1/2 ഗ്ലാസ് കട്ടൻ കാപ്പി. വാവ്, നല്ല കോമ്പിനേഷൻ. ഇതൊക്കെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിനെ വെല്ലാൻ മറ്റൊന്നുമില്ല. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉണക്കക്കപ്പയും മീനും കട്ടൻ കാപ്പിയും വേറെ ലെവലാണ്. റോട്ടിൽ കൂടെ കുറേ സൈക്കിളുകാർ പോകുന്നുണ്ടോ? ഈ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിള്ളേർ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട്. എന്തായാലും അവധിയാണ്, എന്നാൽ പിന്നെ പിള്ളേരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാമെന്ന് ഓർത്തു. ഇത് കണ്ടോ, കുറേ പിള്ളേരിങ്ങനെ ബസ് നോക്കി നിൽക്കുന്നത്. ഈ പിള്ളേരെല്ലാം സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നവരാണ്. അതായത് നമുക്കടെ വീട് സ്കൂളിൽ നിന്ന് 3 മൈൽ അകലെയാണെങ്കിൽ നമുക്ക് കൗൺസിലുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബസ് കാർഡ് തരും കുട്ടികൾക്ക്. അതായത് അവർക്ക് സ്കൂളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ ഫ്രീ ആയിരിക്കും. എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഇത്. നമുക്ക് ബസ് ഫീ ഒന്നും കൊടുക്കണ്ടല്ലോ. ഇനിത്തെ നമ്മുടെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് ഈ എൽ എന്നുള്ള അക്ഷരം ഒന്ന് പിയിലോട്ട് മാറ്റിയെടുക്കാനാണ്. അതിൻ്റെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ 2 സെഷനായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടാമത്തെ ഹസാർഡും ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ അവർ 50 ചോദ്യം തരും. അതിൽ നമ്മൾ 43 എണ്ണമെങ്കിലും ശരിയാക്കണം. 43 എണ്ണം ശരിയാക്കിയെങ്കിൽ മാത്രമാണ് നമ്മൾ പാസ്സാവത്തുള്ളൂ. രണ്ടാമത്തെ ഹസാർഡിലാണെങ്കിൽ അവർ 14 വീഡിയോ ക്ലിപ്പ് തരും. അതിൽ 75 പോയിൻ്റ് എന്നുള്ളതിൽ നമ്മൾ 44 പോയിൻ്റെങ്കിലും കിട്ടണം, എങ്കിലാണ് അത് നമ്മൾ പാസ്സാവത്തുള്ളൂ. പിന്നെ അടുത്തതായിട്ടൊരു കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മുടെ പോയിൻ്റ് കുറവാണെങ്കിൽ നമ്മൾ തോറ്റുപോയി. പിന്നെ ഈ തിയറി ടെസ്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ 50 ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് അവർ 57 മിനിറ്റും തരുന്നുണ്ട്. ഹസാർഡിന് വേണ്ടിയിട്ട് 15 മിനിറ്റും കൂടെ തരുന്നുണ്ട്. പിന്നെ നമുക്കിടെ ഈ പരീക്ഷയ്ക്ക് മുന്നായിട്ട് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തരും. പിന്നെ ആദ്യത്തെ തിയറി ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമുക്കിടെ ഹസാർഡിൻ്റെ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് മൊത്തം ഈ തിയറി ടെസ്റ്റിൻ്റെ സമയമെന്ന് പറയുന്നത് 1 മണിക്കൂർ 15 മിനിറ്റാണ്.
അപ്പോൾ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കടമ്പ പാസ്സായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പ്രാക്ടിക്കലിലോട്ട് പോവാം. പ്രാക്ടിക്കൽ പക്ഷേ ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നു. എല്ലാവരും പറയും വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ഒരു പൂ പറിക്കുന്ന പോലെ സിമ്പിളാണ്. പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യം എനിക്കെന്തോ അത്ര സിമ്പിളായിട്ട് തോന്നുന്നില്ല. ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു പരിപാടിയാണ്. എന്താണെന്നുള്ള കാര്യം എനിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല. പക്ഷേ എല്ലാവരും പറയും ട്രാഫിക് നിയമങ്ങൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം വളരെ എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഡബിൾ ലൈൻ വരുന്നു. ഡബിൾ ലൈൻ വരുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് രണ്ട് സൈഡും വണ്ടിയൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, 2 റൗണ്ട് ബോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ആ ബോർഡും കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അടുത്ത ബോർഡ് കണ്ടില്ലേ, നമുക്കിടെ എത്രയാണ് സ്പീഡ് എന്നുള്ളതാണ് അവരാ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ നീല സിമ്പിളിൽ കൊടുത്തിരിക്കുന്ന മിനി റൗണ്ട് ബോട്ടാണ്. മിനി റൗണ്ട് ബോട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ഏത് റൗണ്ട് ബോട്ടായാലും നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലായിട്ടാണ് നോക്കേണ്ടത്. റൈറ്റ് സൈഡിൽ വണ്ടിയൊന്നുമില്ല എന്ന് നമ്മൾ ആദ്യം ഉറപ്പാക്കുക. ഒപ്പം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഈ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് റോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഇവിടെ റോഡ് സൈനായിട്ടും എത്രയാണ് സ്പീഡ് എന്നുള്ള കാര്യം ഇവർ കാണിച്ചിട്ടുണ്ട്. നമുക്കിടെ ഒരു ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഇവിടുത്തെ ഉള്ള ഒരു രീതിയാണ് ഇങ്ങനെ പോവുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെയൊക്കെ ടൗണിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കിടെ റൗണ്ട് അബൌട്ട് എന്നുള്ളത് കുറച്ചും കൂടെ വലുതാവും. അതായത് അതിന് പല എക്സിറ്റുകളുണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെന്നല്ല, കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എങ്കിലാണ് നമുക്കതൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും എന്നെ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടല്ലോ, ആ മാഷിനെ പോലെ ഇങ്ങനെ പടമൊക്കെ വരച്ച് നിങ്ങളെ ഏതെങ്കിലും മാഷുമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തായാലും ആ മാഷ് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് അടുത്ത ബാക്കി പരിപാടിയിലേക്ക് അങ്ങ് പോവാം. Everything was before 12 is turning left. Yes. Everything, so for turning left or going straight, you're using left lane on approach, okay? For turning left or going straight, you're using left lane, yes? It doesn't matter if it's third exit. It's still straight, you know what I mean? Look on this picture here. You see, I asked you where to go on third exit, yes? You said right. Why? It's straight. Okay. So if it's straight, routine telling us that we have to be left. Doesn't matter how many exits. Okay? It's before 12, or it's 12 o'clock, so it's supposed to be left lane. Yes. Yes? Yes, the big picture. Next to this Next to the blue car. Then once you parallel to this car, select reverse. Once you stop, make sure tires are straight, yes? Car have to be parallel next to this car, about 1 meter away. And then tires have to be straight. Once you fully stop, first thing select reverse. You will get reverse lights on, so people from behind will know what you're doing, so hopefully no one will come too close, yes? So first you slowly go next to this car, make the car parallel to the blue car about 1 meter away with straight tires. Make sure tires are straight. Once you fully stop, quick select reverse. So this is your preparation, reverse. Look around, scan all around, and in the left back window you want to see lights from this car, yes? Lights from this car you want to see in left back window, yes? When you see the end of this car, you will put one steer to the left, yes? And then look around quick, make sure no one is behind you, and let car roll until about 1 o'clock. Don't open too much, just 1 o'clock. This is the angle, yes? Once you go to the 1 o'clock, this is your second reference point. First steer to the right, yes? So first steer you did left, then you do right, yes? When you get 1 o'clock, do steer to the right, yes? And then look around, slowly reverse towards curb until you will see this curb close to the back tire. In camera you will see red touching to the curb, just touching, not over, not before, just touching curb, yes? And then you do second right, yes? Second right, look around, constantly look around. So anytime you put steer on, look around. Second right, and then car will get to
towards this car in front of you, yes, in the same line. When you front is coming. When you are same line, don't go any long more, just strain up the tires, yes, strain up the tires, and then look around little bit back, because we don't want to be too close to this car, because later you will have to drive away, so you don't want to be too close. Yeah, don't let car go too much left, because front tire will hit curb. Yes, so first you go next to this car, strain up tires, and then select reverse, and then look around, reverse until you will see end of this car. Yes, once you see end of this car, one steer to the left, then car will come 1 o'clock, one steer to the right, then car will reverse towards curb, second right. Yes, and then when you same line with the car in front of you, strain up to the left, one steer to the left. So next to this car, left, end of this car, left, 1 o'clock, first right, close to the curb, second right, same line with the car, left. So left, right, right, left. Okay. Okay. Yeah, have to be on the middle or center of the mirror, middle, yes, center of the mirror. Then you stop, lock fully to the left if you're going left, yes, and then go forward to the bay. Okay. Same right. Stop when the white lane from your bay is on the middle of the mirror. Stop, lock fully to the right until you feel resistance. Yeah. And then slowly go forward until car is straight in the bay. When it's straight in the bay, strain up the tires and go a little bit forward until you will see curb touching bottom of the mirror. So it means you're not too much forward, okay? And that's it. Yeah. Reversing, stop, first choose the bay, and from empty bay you want to count 3 white lanes, yes, and the third lane, 3 white lines. so if the red car is here and you want to reverse here, so which lane we're counting from empty bay? 1, this is first, 2, 3, third one have to be on the middle of the door. Okay. Yes. And when it's third one on middle of the door, you lock to the left because you're reversing left, and car should get inside here. Okay. You can, from empty bay, you can end of the second bay, 1, 2, end of the second bay. It's up to you how you can third lane or end of the second bay on middle of the door. And then you're reversing in circle mirror. You want to see in mirrors, you want to see that back tires are getting inside. Yes. If it's yeah, that's it. And reverse, and then when car is straight, strain up the tires and then just reverse a little bit. If you're a little bit too close to the left side of the bay, strain up the tires, car will get inside, back tires get inside, and then you have to steer to the right because you did to the left, so make car straight. Yes. Yes. Inside the bay. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതി പഠിക്കുകയില്ലായിരുന്നു, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട്, എഴുതി പഠിക്കുന്നതിന് പകരമായിട്ടാണ് ഈ വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് ഇടതുവശത്തെ ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ വണ്ടി ആരോടും പറയാതെ ഇടത്തേക്കും പോവും, വലതുവശത്തെ ഗ്ലാസ്സിൽ നോക്കുന്ന സമയത്താട്ടെ വലത്തോട്ടും പോവും. ഇപ്പോൾ വണ്ടിയുടെ കുഴപ്പമാണോ അതോ ഓടിക്കുന്ന എൻ്റെ കുഴപ്പമാണോ? അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഇത്ര പാടാണെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകുന്ന എന്തിനാ, വല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചാൽ പോരെ എന്ന്. പക്ഷേ അതത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ വൺ സൈഡ് തന്നെ നമ്മൾ 3 പൗണ്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരു മിനിമം ചാർജ് എന്നുള്ളതാണ് 3 പൗണ്ട്. പക്ഷെ അത് ദൂരം കൂടുന്നതിനനുസരിച്ച് പൈസയിൽ റേറ്റിലും പിന്നെയും മാറ്റങ്ങൾ വരും. പിന്നെ അടുത്തൊരു കാര്യം, നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴാണ് ഉപകാരപ്രദമായിട്ട് വരിക എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ലണ്ടനിലേട്ടോ അങ്ങനെ വലിയ ടൗണിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ട്രാഫിക്ക് ഭയങ്കര തിരക്കായിരിക്കും, അതിൽ കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. പിന്നെ അവിടെ അടുത്ത പ്രശ്നമാണ് പാർക്കിംഗ് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് ഉപകാരപ്രദമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന അടുത്തൊരാളാണ് ഈ വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ജേർണി ബസ് പോലല്ല, കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്.
അപ്പോൾ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ട്രെയിൻ ക്യാൻസലാക്കുകയും സ്ട്രൈക്കുകളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചങ്ങാതിയുമല്ല ഇത്. നമ്മളെന്തിനാ ഇത്ര ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇതാ പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവും കുറച്ച് സമയം. പക്ഷേ ഈ ഗ്രൗണ്ട് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ, ഒരു കാര്യം പിന്നാലെ പറയാം. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്, നമുക്കടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷായി. നമുക്ക് നേരത്തെ ഒരു സംഭവം പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ, ഒരു കൂർക്ക മെഴുക്കുരട്ടി. അപ്പേ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല എളുപ്പമൊക്കെയാണ്. പക്ഷേ നമുക്കിതൊന്ന് പറമ്പിൽ പോയി പറിച്ച് നോക്കിക്കഴിഞ്ഞാലോ. ഒന്ന് പോയിട്ട് വരാം. നമുക്ക് വഴികാട്ടിയിട്ട് നമുക്കടെ മുന്നേ ദേ ഒരാൾ നടന്നു പോകുന്നത് കണ്ടോ, ജിമ്മി. നമ്മളിതാ ഇങ്ങനെയാണ് കൂർക്ക നട്ടിരിക്കുന്നത്. കൊക്കോയ്ക്ക് ചുറ്റുമായിട്ടാണ് നട്ടേക്കുന്നത്. ഇപ്പോഴേ കണ്ടോ, നമ്മൾ ഈ തണ്ടുകൾ പറിച്ചെടുത്തിട്ട് തണ്ടിലിങ്ങനെ കുറേ കൂർക്കയുണ്ടാവും. അതെല്ലാമാണ് നമ്മൾ ആദ്യം ഒന്ന് പറിച്ചെടുക്കുന്നത്. കണ്ടോ, കൂർക്കയൊക്കെ തീരെ ചെറുതായിട്ട് വലിപ്പമൊക്കെ കുറഞ്ഞതാണ്. അതുകൊണ്ട് നല്ല പാട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തണ്ടൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ കുറേ കൂർക്ക ഇങ്ങനെ നിലത്തും കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പറക്കിയെടുക്കാം. ഇങ്ങനെ പറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു തൂമ്പയും കൊണ്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ അടിയിലും കുറച്ചും കൂടെയൊക്കെ കൂർക്ക ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പറക്കിയെടുക്കാം. നല്ല വെയിലാണ്. നമ്മൾ കൂർക്കയൊക്കെ പറിച്ചു കഴിഞ്ഞ് കൊക്കോയുടെ ചുവടൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിടെ ജിമ്മിയാണെങ്കിൽ അടുത്തൊരു സൈഡിലേക്ക് മാറി കിടപ്പായി. ഇനിയിപ്പോൾ നമുക്ക് എന്തോരം കൂർക്ക കിട്ടിയെന്ന് നോക്കിയാലോ. ഇതിപ്പം ഒരെണ്ണത്തിൽ നിന്നല്ല കേട്ടോ കിട്ടിയത്, 3 or 4 കൊക്കോയുടെ ചുവട്ടിലുള്ള കൂർക്കയെല്ലാം നമ്മൾ പറിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഈ കൂർക്കയുടെ ഒരു കുഴപ്പം എന്നാന്ന് പറയട്ടെ, ഇത്രയും ചെറിയ കൂർക്കയായതുകൊണ്ട് ആരും ഇത് വാങ്ങിക്കത്തില്ല. അതായത് നമുക്കിത് സാധനം വിൽക്കാനോ ആയിട്ടൊന്നും പറ്റത്തില്ല. കാരണം കടക്കാരും വാങ്ങിക്കത്തില്ല ഇത്രയും ചെറിയ കൂർക്കയായതുകൊണ്ട്. പിന്നെ ഇത് നന്നാക്കി എടുക്കാനും ഭയങ്കര പാടാണല്ലോ. പക്ഷേ നമുക്കിവിടെ ഒരു എളുപ്പപ്പണിയുണ്ട് നന്നാക്കി എടുക്കാനായിട്ട്. അതെന്നാന്ന് പറയാം. പക്ഷേ അതിന് മുന്നേ ജിമ്മിയുടെ ക്ഷീണം മാറ്റാനായിട്ട് അവനൊന്ന് കുളിക്കട്ടെ. കുളിച്ച് അവൻ കരയിൽ കയറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജിമ്മി കുളിച്ച് കയറി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമുക്കടെ പണിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഇതിൽ നിന്ന് ഇച്ചിരി വലിപ്പമുള്ള കൂർക്കയൊക്കെ നമ്മളൊന്നങ്ങ് മാറ്റിയെടുക്കുവാണ്. അപ്പോൾ അതാ നമുക്കാകെ ഇച്ചിരി വലിപ്പമുള്ള കൂർക്ക എന്ന് പറയുന്നത് ആകെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം കുഞ്ഞു കൂർക്കയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നന്നാക്കിയെടുക്കുന്നത് നമുക്കിടെ കുഞ്ഞു കൂർക്കയാണ്. ഇതേപോലൊരു കൊട്ടയിലിടുക, നന്നായിട്ട് ഉരച്ച് തിരുമ്മി കഴുകുക. താന്ന് കഴിയുമ്പോൾ മുക്കിച്ച് അപ്പോൾ ഇനി പയ്യെ എങ്ങനെ ചരിച്ച് പിടിച്ചേ. ഒരു തേക്കിലങ്ങടങ്ങ് തേച്ച് തപ്പ് പൊക്കോളൂ. ഇപ്പോൾ തേച്ച പോലെ എന്നിട്ട് കഴുകി ഇതിനകത്തേക്ക് ഉണ്ടോ ഇത് പോകാമല്ലോ. കൂർക്ക നന്നാക്കി കഴിഞ്ഞ്. അപ്പോൾ കൂർക്ക നന്നാക്കൽ എളുപ്പമല്ലായിരുന്നു. കൂർക്ക പറിക്കുന്നതിനെ അപേക്ഷിച്ച് കൂർക്ക നന്നാക്കൽ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു നല്ല രസമുള്ള വീട്. എന്തിനാ ഇവിടെ പോയെന്നോ, ഒരു ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർക്കും എന്ത് ബുക്കാന്ന്, ചുമ്മാ ഒരു കഥാപുസ്തകം. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. എന്തുവാന്നോ, ഈ ബുക്ക് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന്. ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടോ, ഇത് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. നമുക്കുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഈ ബുക്കാണേലും നമ്മൾ വായിച്ച് തീർന്നു, പിന്നെ വീണ്ടും നമുക്ക് വായിക്കാനായിട്ടൊന്നും തോന്നത്തില്ലല്ലോ. അപ്പോൾ മറ്റൊരാൾക്ക് ഈ സാധനം ഉപകാരപ്രദമാവും എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമുക്ക് മെസ്സേജ് അയച്ച് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈ സാധനം കൈപ്പറ്റാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല ഫുഡും അവൈലബിളാണ്. അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയുള്ള ഫുഡുകളും അവൈലബിളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ബുക്ക് കണ്ടുപിടിച്ചെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഒരു ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി, നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് മീൻ മുട്ട, അതായത് പനഞ്ഞീൽ. നമ്മുടെ നാട്ടിൽ പനഞ്ഞീൽ എന്നൊക്കെ പറയുവേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ മീൻ മാർക്കറ്റിൽ പോയായിരുന്നു, അന്നേരം കിട്ടിയതാട്ടോ. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ടുള്ള യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്ത് അവിടെ കണ്ട റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇങ്ങ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് 2 റെസിപ്പി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു, 2 രീതിയിലും അങ്ങ് കറി വെച്ചേക്കാമെന്ന് വെച്ചു. ഈ ചെയ്തെടുക്കുന്ന രീതി കണ്ടിട്ട് ഈ സംഭവം കട്ട ഫ്ലോപ്പ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ ഫ്ലോപ്പായില്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ മസാലകളെല്ലാം പുരട്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എണ്ണയിലൊന്ന് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഇത്. ഈ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര സ്റ്റൈലായിരുന്നു, നല്ല മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ സംഭവം അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ പരിപാടി അങ്ങ് ഫോളോ ചെയ്തു. പക്ഷേ എന്തോ സംഭവം അത്ര പൊളിച്ചില്ല എന്നല്ല, മോശമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് നമ്മളിങ്ങനെ എണ്ണയിലൊക്കെ വറുത്തെടുത്തതായിരുന്നു. അപ്പം നമുക്കിടെ ചോറൂണൊക്കെ കഴിഞ്ഞു, സമയമൊക്കെ വളരെ വേഗം പോയി, പിള്ളേർ സ്കൂൾ വിട്ട് വരേണ്ട നേരമായി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പിള്ളേരെ സ്കൂളിൽ പോയിട്ടൊന്ന് കൂട്ടിയിട്ട് വരാം. പക്ഷേ നമ്മൾ ഈ സ്കൂളിൽ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, പിള്ളേർ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ കാഴ്ച കണ്ട നേരത്തുണ്ടല്ലോ, ഈ നിൽക്കുന്നുണ്ടോ പച്ചക്കോട്ടൊക്കെ ഇട്ട്, ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് എന്താണെന്നോ, ഈ സ്കൂളിലെ ഏറ്റവും ഇങ്ങനെ താഴ്ന്ന ജോലിക്കാർ, പ്യൂണോ അങ്ങനെ ഏതെങ്കിലും ആൾക്കാരായിരിക്കും പിള്ളേരിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കാനായിട്ട് നിൽക്കുന്നതെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ഒരു ദിവസം സയൻസിൻ്റെ ടീച്ചറാണെങ്കിൽ അടുത്ത ദിവസം ഇംഗ്ലീഷിൻ്റെ ടീച്ചർ, ഇവിടെ ടീച്ചർമാർ തന്നെയാണ് ഈ പിള്ളേരെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഈവൻ മഴയാണേലും ചൂടാണേലും എന്ത് കാലാവസ്ഥയാണേലും ഇവർ ആ റോട്ടിലുണ്ടാവും പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്കടെ നാട്ടിലെങ്ങാനുമാണ് നമുക്കടെ ടീച്ചർമാരോട് ഇങ്ങനെയൊന്ന് പോയി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കടെ ഏതെങ്കിലും ടീച്ചർമാർ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുള്ള സ്പെഷ്യലാണ് മസാല ദോശ. ഹോം മെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ അപാകതകളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, മസാല ദോശ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ പിള്ളേരങ്ങ് കഴിക്കുകയാണ്. കണ്ടു സമയം 5 മണിയാവാറായി. പക്ഷെ പുറത്തേട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സന്ധ്യയാവുന്നുള്ളൊരു പ്രതീതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പണ്ടൊരു ദിവസം ഒരു സൗണ്ട് കേട്ടു. അതെന്തുമായിരുന്നു എന്നോ, നമ്മൾ കുറച്ച് സമയം മുന്നേ പിള്ളേർ പന്ത് കളിച്ച ഒരു ഗ്രൗണ്ട് കണ്ടില്ലായിരുന്നോ? ആ ഗ്രൗണ്ടാണ് ഇത്. പക്ഷേ ഇതിങ്ങനെ വന്ന് ഇറങ്ങിയ സമയത്ത് ഇത് എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല കേട്ടോ. പക്ഷേ പിന്നാണ് മനസ്സിലായത്, തൊട്ടപ്പുറത്തായിട്ടൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എയർ ആംബുലൻസ് വന്നതാണ്.
സമയം കൊണ്ട് നമുക്കിടെ ചായ കുടിയും കഴിഞ്ഞു, ഹെലികോപ്റ്ററും വന്നുപോയി. ഇനി കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ്. ചെസ്സ് കളി ഇതെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമല്ലേ. പക്ഷേ ഇതിന് ഇച്ചിരി ഇങ്ങനെ ശാസ്ത്രീയപരമായിട്ട് പറയുവാണെങ്കിൽ മനസ്സിൻ്റെ കായികാധ്വാനമാണ് ചെസ്സ് കളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് കുറച്ചൊന്നും അല്ല കേട്ടോ, കുറേ ഗുണങ്ങളുള്ള ഒരു കളിയാണ് ഈ ചെസ്സ് കളി എന്ന് പറയുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെന്നിട്ട് നേരത്തെ കുറേ പദ്ധതികളൊക്കെ ഇട്ട് വയ്ക്കും. ഇതങ്ങോട്ട് മാറ്റണം, ഇതിങ്ങോട്ട് മാറ്റണം, ഇങ്ങനെ കുറേ പദ്ധതികളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇടത്തില്ലേ. പിന്നെ ഇത് ബുദ്ധിശക്തി കൂട്ടും, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് കൂട്ടും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഏകാഗ്രത കൂട്ടുകയും ചെയ്യും എന്നാണ് ചെസ്സ് കളിയെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കളിക്കൊരു റെഫറി ആയിട്ട് ഒരാൾ ഉള്ളത് എപ്പോഴും നല്ല കാര്യമായിരിക്കും. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വന്ന് അവസാനിക്കാറുള്ളത്. നിനക്ക് രാജാവിനെ കൊണ്ട് പോയി ചെക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെ ചെല്ലാൻ പറ്റത്തില്ലെന്ന് രാജാവിനെ കൊണ്ട് നിനക്ക് തോന്നുന്ന മാതിരി ഏത് നേരം പോകാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ നമ്മള് ബോത്ത് വിൻസർ ബോത്ത് യൂസോ ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷനിലാണിത്. കുറച്ച് മാഷ്മലോ, കുറച്ച് ഫ്രോസൺ ഫ്രൂട്ട്സ്, കുറച്ച് ഡബിൾ ക്രീം. ആക്ച്വലി ഫ്രോസൺ ഫ്രൂട്ട് അല്ല വേണ്ടത്, നല്ല ഒറിജിനൽ ഫ്രൂട്ട് ഉണ്ടെങ്കിലാണ് സംഭവത്തിന് ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. പക്ഷേ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രോസൺ ഫ്രൂട്ട് വെച്ച് അങ്ങോട്ട് തട്ടിക്കൂട്ടുവാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഫ്രോസൺ ഫ്രൂട്ടും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുവാന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിടെ ഡബിൾ ക്രീം നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചും കൂടെ എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അടുപ്പത്ത് വെച്ച ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഇതേപോലെ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഒരു സ്പൂണും കൊണ്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിടെ മാഷ്മെലോയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മാഷ്മെലോ ചേർത്തിട്ട് അടുപ്പയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതല്ലാതെ തന്നെ ഈ ചൂടും കൊണ്ട് അതങ്ങ് മെൽറ്റായി വന്നോളും. ഇനിയിപ്പോൾ ഇത് നമ്മുടെ അടിച്ച് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാനാട്ടോ പാടുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലൊരു റോസ് കളർ, പക്ഷേ ഇത് അത്രയും കളർ ഒത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സമയം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഇരിക്കും. ഇപ്പം ഞാൻ ഒരു ചെറിയ സ്ട്രോബെറിയുടെ കഷ്ണമൊക്കെ വെച്ചൊന്ന് സ്റ്റൈലായി ഡെക്കറേറ്റിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായില്ലേ? ഇപ്പോൾ നമുക്കിതിന് പേര് വിളിക്കാം സ്ട്രോബെറി മൂസ്. ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണെങ്കിലും പക്ഷേ സംഭവത്തിൻ്റെ ടേസ്റ്റ് എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇതിനേക്കാളും എനിക്കിഷ്ടമുള്ള സാധനം കേക്കാട്ടോ. പക്ഷേ കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കേക്ക് മിക്സ് കിട്ടും. ആ കേക്ക് മിക്സ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി അവർ അതിൽ എന്തൊക്കെ സാധനങ്ങൾ ചേർക്കണം, മുട്ട ഇത്ര പാല്, അങ്ങനെ ഓൾറെഡി എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്ത് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കേക്ക് കിട്ടും. ആ കേക്കിനാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇങ്ങനത്തെ കണ്ണിന്റെ മാതിരിയുള്ള മിഠ നമ്മൾ കാണുന്ന ആദ്യം ഇതുവരെ ഇങ്ങനത്തെ ഒരു മിഠ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ പിന്നെ സിമ്പിളായിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇതൊരു ഗമ്മിയാണ്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്ന ഐബോളിന്റെ ഷേപ്പ് ഒന്നും ഈ ഇതിലില്ല. പക്ഷെ ഇതൊരു കുഷി മാതിരിയാണ്. ഞങ്ങളൊക്കെ ഇതിന് സ്ട്രോബെറിയുടെ മണം. നമ്മൾ ശക്തിയാണോ ഇത്ര പാട്? ഓ ശക്തി, എനിക്കതില്ല, എനിക്ക് തുളയില്ല. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാ, ഭയങ്കര സ്കുഷി ആയിട്ടിരിക്കണം. ഓ ഭയങ്കര ഹാർഡാ. നന്നിട്ട് കുറച്ച് ചവച്ച ഇറക്കണം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കളറായിട്ടൊരു
ഇതിന് സ്ട്രോബെറിയുടെ ജാമിൻ്റെ മാതിരി ടേസ്റ്റ് ഉള്ള, പക്ഷെ കുറച്ചിരുന്ന് ചവയ്ക്കണം, കുറച്ച് ഹാർഡാ. ഞാൻ ഈ മിഠായി മേടിച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഈ മിഠായിയെ കുറിച്ചൊരു നോട്ട് എഴുതിയേക്കുന്നത് കണ്ടു. ഇത് കൊള്ളത്തില്ലാത്ത മിഠായിയാണ്, എന്ത് ക്രൂരനായ മനുഷ്യനാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണിൻ്റെ ഫീച്ചർ ഇതിന് കൊടുത്തത്. പിന്നെ ഇത് ഭയങ്കര സോളോ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷെ ഇത് കുറച്ച് കടിച്ച് വലിക്കാൻ കുറച്ച് പാടാ. പക്ഷെ അതിൽ സ്ട്രോബെറിയുടെ ജാം ഉള്ളിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഹലോവിൻ്റെ സമയത്തൊക്കെ കാണാറുണ്ട്. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ. അല്ല മറ്റേ ഭയങ്കര കുഷിയായിട്ടിരിക്കുന്ന പോലെ. നല്ല ഹാർഡ്, ഭയങ്കര ഒട്ടെന്ന്. മറ്റേ സ്ട്രോബെറിയുടെ ജാമാന്ന് തോന്നുന്നു. അതിന് 2 വർഷം ഞാനും പറഞ്ഞു. അങ്ങനെ പോവല്ല ഞാൻ. പക്ഷെ ഇവരുടെ പുറത്തത്തെ ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. പുറത്തത്തെ ഡിസൈനാണ് അവരാദ്യം, ഞാൻ ആ പോസ്റ്റ് വായിച്ച ആൾക്കാർ ആദ്യം പറഞ്ഞത്. പക്ഷെ അതിന് അത്ര രസം ആനിമേഷൻ മതി, പക്ഷെ നല്ല രസം. അല്ല അത് ഒരുമിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ സോളോ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് കഴിക്കുന്നവർ ചെറുതായിട്ട് മുറിച്ച് കടിച്ച് കഴിക്കണം. കുറച്ച് പാടാ കടിക്കാൻ. പക്ഷെ എനിക്ക് ഒരിക്കലും ഉറപ്പ. പക്ഷെ നല്ലതാണ്, നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സ്ട്രോബെറി ജാമാണ് ഉള്ളിലുള്ള. എന്നിട്ട് എന്തേ കടിച്ച് വലിച്ചിരിക്കുന്നത്? പല്ലുണ്ട്. മുഴുവനും കൂടെ വായിലിട്ടിട്ട് വിഴുങ്ങരുത് കേട്ടോ. ഈ ഒരു ഐബോൾ തന്നെ 4 പീസായിട്ട് ഞാനിപ്പോ കഴിച്ചോണ്ടിരിക്കണം. നമ്മളിന്നൊരു വലിയ കോലുമിട്ടായി ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ കോലുമിട്ടായിൽ 3 ഫ്ലേവർ ഉള്ള, ഒന്ന് സ്ട്രോബെറി ഉണ്ട്, ഒന്ന് ചെറി ഉണ്ട്, പിന്നെ ഓറഞ്ചും ഉണ്ട്. നമ്മള് പൊടിച്ചിട്ട് ഇത് നോക്കാം. തുറന്നു. ഓ ഇത് ഓറഞ്ച്, ഇത് സ്ട്രോബെറി, ഇത് ചെറി. സ്ട്രോബെറി എന്നാൽ ചെറി എടുക്കാം. ചെറി എടുക്കുന്നു. ഞാനും ചെറി എടുക്കാന്ന് ഉദ്ദേശിച്ചത്. അല്ല ചെറി. അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടോ. ഞാനും ചെറി എടുത്തു. ഓറഞ്ച് എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഫസ്റ്റ്. ഓ എൻ്റെ പല്ല് അങ്ങനെ സ്ട്രോങ് ആണ്, ഞാൻ തെളിച്ചിരിക്കുന്നു. ഓ ഞാൻ തേടായി പോയി. ഞാൻ തേട് നല്ല ചെറിയ ടേസ്റ്റ്. പൊട്ടിക്കടേ ഒക്കെ പഠിക്കാം. ഞാൻ ആദ്യം ഒട്ടിക്കാം. അല്ല താനത് കൊണ്ടിരിക്കാനുള്ള. ഈ കിൻഡർ ജോയില് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എനിക്ക് ഈ ഒരു മിഠായി, എനിക്കാണെങ്കിൽ മിഠായിയാണ് ഇഷ്ടമുള്ള. ഒരു ആ മിഠായിക്കാണ് ഈ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ള. ഓക്കെ, അതൊരു പെണ്ണാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെയുള്ള ഗിഫ്റ്റ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ നല്ലതാണെങ്കിൽ ഹാരി പോട്ടറിലെ കിൻഡർ ജോയിലൊക്കെ ചില ആൾക്കൊക്കെ ഹാരി പോട്ടറൊക്കെ കിട്ടും. അത് മറ്റേ ഇതി വെക്കാനുള്ള. എനിക്ക് തോന്നുന്നു ഇതെല്ലാം എന്റെ എളുപ്പം ഫിക്സ് ചെയ്യാൻ. എനിക്ക് അത് ഈ സാധനം കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ ഇതൊരു വീടാണെന്നാണ്, മോതിരം വീട്. മോതിരം വീട്. ഓ നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്റെ നല്ല എളുപ്പമായിരുന്നു. ഞാൻ എന്റെ ചെയ്ത് കഴിഞ്ഞ. അല്ല അത് നമ്മളത് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കേറ്റണം. എന്നിട്ട് എനിക്ക് നേരത്തെ ഒരെണ്ണത്തിന് ഇപ്പുറത്തേതാണെങ്കിൽ പറ്റുന്നില്ലമ്മ. ഇതേമാതിരി തന്നെ ഇവിടെ കേറ്റണം. എന്നിട്ട് ലാസ്റ്റായിട്ട് റിങ് നമ്മൾ എന്റെ ചിറക് ഇതിന്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേറിക്കുള്ള മോതിരം. ഞാൻ ഫേറിയാണ്, കണ്ടില്ല. എനിക്ക് ചിറകൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് കാലം കൂടി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈശ്വര കൊടുത്തേക്കണം.
ആദ്യമേ നമ്മളത് എൻ്റെ മുടി ഊരിപ്പോയി. ഈ ഒരു ഫെറീനെ ഇവിടെ ഒട്ടിക്കും. ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇവർ ഉദ്ദേശിക്കണ ആകെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ വെക്കാനാണ്. ഇതുണ്ടോ? ഇത്ര ഉള്ളൂ. ഒരു മിനിറ്റ്, എൻ്റെ മുടിയും കൂടി ഇത്ര ഉള്ളൂ. എൻ്റെ പക്ഷേ ഈ മോതിരം കുഞ്ഞു പിള്ളേരുടെ അളവിലുണ്ടാക്കിയാണ്. നമ്മളെ പോലെയുള്ളവർക്ക് അല്ല കൂടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താ പരസ്യത്തിൽ എനിക്കുള്ള മോതിരം ഇങ്ങനെ കാർട്ടൂണിസ്റ്റ് മാതിരി അങ്ങനെ കണ്ടൊക്കെ ആവുന്നു. നിങ്ങൾക്ക് ഇതിന് മുന്നേ കിൻഡർ ജോയ് മേടിച്ചപ്പോഴുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ഞങ്ങളുടെ കളക്ഷൻ ആയിട്ടിരിപ്പുണ്ട്. ഒന്ന് കാണിച്ചു തരൂ. എനിക്ക് 2 ഫെയറി ഉണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നല്ലോ മുറ്റത്ത് മാവേന് ഇതൊക്കെ കുത്തുന്ന സാധനം കാണാണ്ട് പോയിരിക്കുന്നൊക്കെയാണ്. എടി നിന്റെ കയ്യിൽ മറ്റേ സാധനം ഉണ്ടായിരുന്നില്ലേ ഇതിങ്ങനെ ഒട്ടിക്കുന്ന കണ്ടോ? എൻ്റെ കയ്യിലില്ല. അതല്ല. ഓ ഇത് സെയിം തന്നെയാ. പിന്നെ ഇതിൽ കുറേ ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഇത്ര സാധനങ്ങളൊക്കെയാണുള്ളത്. ഇത് പിന്നെ കുറച്ച് ഹാർട്ട്സ് ആയിരുന്നു നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന. റെയിൻബോ മുടിയായിട്ടുള്ള പെണ്ണ്, ഇത്ര സാധനങ്ങളാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരു ചീറ്റ് ബോക്സ് മാതിരി ഒരു സാധനമായിരുന്നു. കിൻഡർ വരെ ചീറ്റിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ പേപ്പർ ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നത്. അവരിതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ലിസ്റ്റ് പേപ്പറിൽ തന്നെ കാണിച്ചായിരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കിൻഡർ ജോയ് നാട്ടിലെ കിൻഡർ ജോയ് എന്നാ വ്യത്യാസം എന്നാ? ഇവിടുത്തെ ഷെല്ലുള്ള ഇങ്ങനെ ഷെല്ല് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയില് കിൻഡർ സർപ്രൈസ് ഇല്ല. അങ്ങനെ സർപ്രൈസ് ഉണ്ട്. പക്ഷെ അതിലിങ്ങനെ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഔട്ടർ ഷെല്ല് മാത്രമേ. പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ രസമില്ലാത്ത. എന്നാ ഒന്ന് ഓപ്പൺ ആക്കൂ കിൻഡർ ജോയ്. കിൻഡർ ജോയ് എൻ്റെ കിൻഡർ ജോയ് ഇതെൻ്റെ അത് കവറായിരുന്നു. തൻ്റെ സോണി അങ്ങനെ നമ്മൾ പൊട്ടിക്കുകയാണ്. ഇതിനൊരു പ്രത്യേക ഒരു മണമുണ്ട്. ആ മണാണ് കട്ട പിടിച്ചിരിക്കുവാണ്. എനിക്ക് ഇളക്കിയിട്ട് തിന്നണം. ഓ പിന്നെ നമ്മൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് അല്ലേ? അല്ല അത് വൈറ്റ് ചോക്ലേറ്റ്. ഇത് ശരിക്കും കുത്തി പൊടിച്ച് കഴിക്കാൻ. ഇത് മെൽറ്റ് ആവണമായിരുന്നു. പിന്നെ ഇവരിപ്പോൾ ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. വേറെ ഇത് കണ്ടോ അടിയിൽ ചോക്ലേറ്റ് ആക്കി ശകലേ ഉള്ളൂ. എൻ്റെ ബോൾ ഞാൻ തിന്നട്ടെ. ഇത് ഇളക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു ബോൾ അമ്മയ്ക്ക് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. നാട്ടിലെനിക്ക് മെൽറ്റാക്കി കിട്ടും. ചൂടായിരുന്നിട്ട് പെട്ടെന്ന് ഒതുക്കിക്കോളും. സത്യം. പക്ഷെ ഇവിടെ കട്ട പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ നേരത്തെ എനിക്ക് ഓവനിൽ പോയി ചൂടാക്കിയിട്ടാണ് കഴിച്ചത്. ഞാൻ നല്ല നോക്കിയ പോലെ ഇങ്ങനെ തുറക്കാൻ പറ്റുമല്ലേ? ഓസ്ട്രിയ പേള് വരുന്നു. ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ. എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന 2 പെൺകുട്ടികൾ റോഡിൻ്റെ അപ്പുറത്ത്. അതിലൊരാൾ പക്ഷേ ഭയങ്കര ത്രില്ലിലാണ്. കാരണം എന്താണെന്നോ, അവളൊരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇത് സംഭവം അത്ര പുതിയതൊന്നുമല്ല, നമ്മൾ കുറേ തവണ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് അവൾ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ സംഭവം എന്തുവാന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ മുടിയൊന്ന് വെട്ടിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വെട്ടിത്തരത്തില്ല. നേരത്തെ നമ്മളിതിന് പോയിട്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുക്കണം. നമുക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ സമയം 4 മണിയായിരുന്നു. അതുകൊണ്ടാണ് ആ വഴിയോരത്ത് സ്കൂൾ വിട്ട് എന്നെ പ്രതീക്ഷിച്ച് ഇവരവിടെ നിന്നത്. ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്ന സമയത്ത് കൂടെയുള്ളവർ പോസ്റ്റ് ആവുകയാണ്. ഇവിടെയും ഞങ്ങൾ പോസ്റ്റായി. പക്ഷേ ഇതാ ഇവിടെ കണ്ട വേറൊരു കാര്യമാണ്, ഇവരിങ്ങനെ കുറച്ച് കളർ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കളർ പെൻസിലുകളും വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് പെൻസിലും ഒക്കെ എടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള ഒരു അവൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടുക എന്നുള്ളതൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. മുടി വെട്ടുന്നയാളിനേക്കാളും ടെൻഷൻ ആർക്കായിരിക്കും? തല വെച്ച് കൊടുത്തിരിക്കുന്ന ആൾക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങാനും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ തലയും കൊണ്ട് ഞാൻ നാളെ എങ്ങനെ സ്കൂളിൽ പോകും? പിന്നെ അവൾക്കും കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുടിയുടെ നീളം ഒത്തിരി കുറയ്ക്കരുത്, അങ്ങനെയൊക്കെ. ഇങ്ങനെ ആകെ മൊത്തം ഇങ്ങനെ ഏത് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യണം അങ്ങനെയുള്ള ഇങ്ങനെ ആകെ ഒരു സംശയപ്പെട്ടിരുന്ന സമയത്ത് നമ്മൾക്ക് വിശ്വസ്തയോടെ ചോദിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഈ ചങ്ങാതി. അപ്പോൾ അത് അവിടുന്ന് കുറേ സജഷൻസൊക്കെ കിട്ടി. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മുടി എങ്ങനെയായിരിക്കും മുടി വെട്ടിക്കഴിഞ്ഞ് വരുന്നത് എന്നുള്ളൊരു കാര്യം ഇവരൊരു ഇമേജും കൂടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് പടമൊക്കെ എന്തായാലും കണ്ടങ്ങ് ബോധിച്ചു. അപ്പോൾ പിന്നെ നമ്മളുടെ കാര്യം നമ്മൾ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെങ്കൊച്ചി പറഞ്ഞു സെറ്റാക്കി തരാം. പക്ഷേ ഇതേപോലെ ആക്കിയെടുക്കുന്നത് കുറച്ച് പാടായിരിക്കും. കാരണം അത്ര ഡീപ്പായിട്ട് കാര്യങ്ങൾ പോകേണ്ട ആവശ്യമില്ല, കാരണം സ്കൂളിൽ പോകുന്ന കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറച്ച് അവരുടെ സജഷനും കൂടെ ചൂസ് ചെയ്തു. അങ്ങനെ ആകെ ഇത്രയും മുടിയാണ് ആ പെങ്കൊച്ചി ആകെ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. അതിലൊരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, മുടിയുടെ നീളമൊന്നും ഒത്തിരി കുറച്ചിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കടെ പടത്തിൽ കണ്ട ഇമേജും ഇവളുടെ തലമുടിയുമായിട്ട് എന്തെങ്കിലും സാമ്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കളർ കൊടുക്കൽ പരിപാടി ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. How often do you wash your hair? Like Twice a week. This will last. I give it a week. Yeah, okay. Yeah, so you won't need to wash your hair for another week. തലമുടി വെട്ടിയത് കൊണ്ട് എന്തോ ഒരു ഭാഗ്യം, ഇനി ഒരാഴ്ചത്തേക്ക് തല കഴുകണ്ട. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട്. പടത്തിൽ കണ്ടതെന്ത്, നേരിട്ട് വന്നതെന്ത്. എന്നിരുന്നാൽ പോലും അവൾക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കുള്ള ഇവിടെ മുടി വെട്ടിയതിന് എത്ര കൊടുത്തുന്നോ? 26 പൗണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളുടെ നിപ്പാണ്. ഓക്കെ ആവുമോ? പിന്നെ അവക്കടെ മുടി ചുരുട്ടി കൂട്ടി വെക്കണോ? ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ ഒരാഗ്രഹം, എന്നാൽ ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാലോ. കരിയിലക്കടയാണെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നതൊന്ന് ആസ്വദിച്ചിരുന്ന് കഴിയുമ്പോൾ കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ ദാദാ പറമ്പിൽ ചെന്നപ്പോൾ വഴുതനയെല്ലാം ഇങ്ങനെ കരുത്താർജിച്ച് നിൽക്കുന്നു, നല്ല വഴുതനങ്ങയൊക്കെ. ഇതിലിപ്പോൾ ഏത് പറിക്കണമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ദാ വേറൊരു സംഭവം അവിടെ കണ്ടത്. പിന്നെ കിളിക്കൂടെ അതിൻ്റെ അകത്തൊരു സാധനം അനങ്ങണുണ്ടോ? ഇതാ നോക്ക്, കുഞ്ഞു പൂളി കാണത്തില്ലല്ലോ. കളറ് നോക്ക്, കൈയിടരുത്. അണ്ണാന്റെ കുഞ്ഞ. എന്റെ വാല് കണ്ടാൽ തന്നെ മനസ്സിലാവും, പക്ഷെ എന്റെ മുഖം എനിക്ക് കാണണം. ഈ അണ്ണാൻ എവിടെ കൂട് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? വാഴക്കൊലയുടെ ഉള്ളിലാണ്. പക്ഷേ നമ്മളതിപ്പോഴാണ് കണ്ടത്. നമ്മുടെ വാഴക്കൊല മൂത്ത് പൊട്ടിയെങ്കിലും ഇപ്പോഴാണ് നമുക്കടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് എത്തിയത്. അണ്ണാനെ കണ്ടില്ല, അണ്ണാൻ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായി. ഇനിയിപ്പോൾ നമുക്കടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കടെ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതിനെ എന്ത് പറയാം? വിഷരഹിതമായ പച്ചക്കറി എന്ന് പറയാം. കാരണം ഇത് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. കീടനാശിനികളോ അങ്ങനെയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഓരോന്ന് ഇങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതാ കണ്ടോ, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ വഴുതനങ്ങ മുറിക്കാനായിട്ട് ഒരു കത്തിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. പക്ഷേ ആദ്യത്തെ ശ്രമങ്ങളെല്ലാം പരാജയമായിരുന്നു. എങ്കിലും ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ പോരാടുമെന്നുള്ള രീതിയിൽ വഴുതനയുടെ കമ്പ് എന്തായാലും ഓടിക്കാതെ സംഭവം കയ്യിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മൂത്ത വഴുതനങ്ങ എടുക്കരുത്. പാകത്തിന് മൂപ്പായിട്ടുള്ള വഴുതനങ്ങ മാത്രമേ എടുക്കാൻ പോളൂ. പിഞ്ചായത് എടുത്തു കഴിഞ്ഞാലും നല്ലതായിരിക്കത്തില്ല. പിന്നെ അതാ തൊട്ടപ്പുറത്തായിട്ട് പച്ചമുളക്, പച്ചയും പഴുത്തതുമായിട്ടുള്ള പച്ചമുളകുകൾ നിൽക്കുന്നു. അതിൽ നിന്നും 3-4 എണ്ണമൊക്കെ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ, ഇത് പോയി കറി വെച്ചെടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതനങ്ങക്കറി ഇങ്ങനെ പണ്ടൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. വഴുതനങ്ങയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുണ്യഭാവം മനസ്സിൽ വരും. പക്ഷേ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു പുതിയ റെസിപ്പി കിട്ടിയത്. പുതിയ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ സാധാരണ ഒരു വഴുതനങ്ങ കറിയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ ഈ കറിയിൽ വരുത്തുന്നുമില്ല, എന്നാൽ ഇച്ചിരി അധികം ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനോർത്ത് എന്തായാലും സംഭവം പൊളിയാണ്. വീട്ടിലെല്ലാവർക്കും ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വഴുതനങ്ങ കറിയോടൊരു താല്പര്യമുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് നല്ല പോലെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ അരിഞ്ഞ വഴുതനങ്ങ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലേക്കാണ് ഇടുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പച്ച കളറൊക്കെ മാറി ഒരു കറുപ്പ് കളർ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴുതനങ്ങ അരിഞ്ഞ് തന്നെ ഇടുന്നത്, വെള്ളത്തിയിട്ടിടുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. എങ്കിലാണ് ആ കുരുവൊക്കെ ഒന്ന് പോയി നമുക്കിവിടെ വഴുതനങ്ങ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കണ്ടോ വഴുതനങ്ങയുടെ കുരുക്കളൊക്കെ കിടക്കുന്നത്. ഇത് നമ്മൾ ഒരു തവണയൊന്നും കഴുകിയാൽ പോരാ കേട്ടോ, ഒരു 2-3 തവണ നമ്മൾ ഈ പരിപാടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുകല്ല്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് നമുക്കിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ വഴുതനങ്ങ കഷ്ണത്തേലും പിടിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കിയെടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണമെന്നോ, ഇതൊരു 10-15 മിനിറ്റ് സമയത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. നമുക്കിടെ ഈ വഴുതനങ്ങയിലിട്ട് ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാൻ പോവാം. അതിന് ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പലയും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് പതുക്കെ ചതച്ചും കൂടെ എടുക്കാം. ഈ സമയം ചതച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വഴുതനങ്ങ വെച്ചായിരുന്നല്ലോ, അതിൽ ഇതേപോലെ നിറയെ വെള്ളം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. ഈ നമുക്കുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞിങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ പോയിട്ട് കിട്ടും. ഇത് കണ്ടോ, നമുക്കുടെ വഴുതനങ്ങയിൽ നിന്ന് നമുക്ക് ഇത്രയും വെള്ളം കിട്ടി. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മളുടെ വഴുതനങ്ങ ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ആകെ ഇത്രയാണുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കറി വയ്ക്കാൻ പോകാം. ഇത് കറി വെച്ചെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. ഒരു ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് വാടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിടെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ആ വഴുതനങ്ങ തിരുമ്മി വെച്ച സമയത്ത് നമ്മളതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ വഴുതനങ്ങയ്ക്ക് ഭയങ്കര ഉപ്പിൻ്റെ ചുവയായി പോവും. അതുകൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ഇടുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മളാദ്യം ഹൈ ഫ്ലെയിമിലായിരുന്നു, അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മൂടിയൊക്കെ മാറ്റി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
ഈ പരിപാടി തന്നെ നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ അരപ്പുണ്ടായിരുന്നല്ലോ, നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ആയിട്ടുണ്ടാക്കിയ അരപ്പ്, അതും കൂടെ ഇതിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് മൂടിയും കൂടെ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മൂടിയൊക്കെ മാറ്റിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയായി നമ്മുടെ കറിയുടെ ലെവൽ എന്നുള്ള കാര്യം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിയുടെ ഫൈനലായിട്ടുള്ള സംഭവമാണ് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടെ പോരാ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുക. നമ്മുടെ സ്റ്റൗവൊക്കെ അങ്ങ് ഓഫാക്കിയേക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെ, ഒരു സെർവിങ് ഡിഷിട്ട് മാറ്റുക. കണ്ടോ, നമുക്കിടെ വഴുതനങ്ങയൊന്നും ഇങ്ങനെ കുഴഞ്ഞു പോവാതെ നല്ല രീതിയിലിരിക്കുന്ന കണ്ടോ. സാധാരണ ഈ വഴുതനങ്ങ കറി വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നതിനോടൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞിരിക്കും, പിന്നെ അതിനൊരു വെള്ളച്ചോവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ളൊരു രീതി, ഈ മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴുതനങ്ങ കറി നല്ല സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കുമല്ലേ. ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ ഒരാഗ്രഹം, എന്നാൽ ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാലോ. കരിയിലക്കടയാണെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നതൊന്ന് ആസ്വദിച്ചിരുന്ന് കഴിയുമ്പോൾ കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ പറമ്പിൽ ചെന്നപ്പോൾ വഴുതനയെല്ലാം ഇങ്ങനെ കരുത്താർജിച്ച് നിൽക്കുന്നു, നല്ല വഴുതനങ്ങയൊക്കെ. ഇതിലിപ്പോൾ ഏത് പറിക്കണമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് വേറൊരു സംഭവം അവിടെ കണ്ടത്. പിന്നെ കിളിക്കൂട് അതിൻ്റെ അകത്തൊരു സാധനം അനങ്ങണുണ്ട്. ഇതാ നോക്ക്, പൂളി കാണത്തില്ലല്ലോ. കളറ് നോക്ക്, കൈയിടരുത്. അണ്ണാന്റെ കുഞ്ഞ. അതിന്റെ വാല് കണ്ടാൽ തന്നെ മനസ്സിലാവും, പക്ഷെ എന്റെ മുഖം എനിക്ക് കാണണം. ഈ അണ്ണാൻ എവിടെ കൂട് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? വാഴക്കൊലയുടെ ഉള്ളിലാണ്. പക്ഷേ നമ്മളതിപ്പോഴാണ് കണ്ടത്. നമ്മുടെ വാഴക്കൊല മൂത്ത് പൊട്ടിയെങ്കിലും ഇപ്പോഴാണ് നമുക്കടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് എത്തിയത്. അണ്ണാനെ കണ്ടില്ല, അണ്ണാൻ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായി. ഇനിയിപ്പോൾ നമുക്കടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കടെ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതിനെ എന്ത് പറയാം, വിഷരഹിതമായ പച്ചക്കറി എന്ന് പറയാം. കാരണം ഇത് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്, കീടനാശിനികളോ അങ്ങനെയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഓരോന്നിങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കണ്ടോ, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വഴുതനങ്ങ മുറിക്കാനായിട്ട് ഒരു കത്തിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. പക്ഷേ ആദ്യത്തെ ശ്രമങ്ങളെല്ലാം പരാജയമായിരുന്നു. എങ്കിലും ലക്ഷ്യം നമ്മൾ നേടുന്നത് വരെ, ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ പോരാടുമെന്നുള്ള രീതിയിൽ വഴുതനയുടെ കമ്പ് എന്തായാലും ഓടിക്കാതെ സംഭവം കയ്യിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴുതനങ്ങ കറി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മൂത്ത വഴുതനങ്ങ എടുക്കരുത്. പാകത്തിന് മൂപ്പായിട്ടുള്ള വഴുതനങ്ങ മാത്രമേ എടുക്കാൻ പോളൂ. പിഞ്ചായത് എടുത്തു കഴിഞ്ഞാലും നല്ലതായിരിക്കത്തില്ല. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് പച്ചമുളക്, പച്ചയും പഴുത്തതുമായിട്ടുള്ള പച്ചമുളകുകൾ നിൽക്കുന്നു. അതിൽ നിന്നും 3-4 എണ്ണമൊക്കെ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ, ഇത് പോയി കറി വെച്ചെടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതനങ്ങക്കറി ഇങ്ങനെ പണ്ടൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. വഴുതനങ്ങയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പുജ്ഞഭാവം മനസ്സിൽ വരും. പക്ഷേ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു പുതിയ റെസിപ്പി കിട്ടിയത്. പുതിയ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ സാധാരണ ഒരു വഴുതനങ്ങ കറിയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ ഈ കറിയിൽ വരുത്തുന്നുമില്ല, എന്നാൽ ഇച്ചിരി അധികം ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനോർത്ത് എന്തായാലും സംഭവം പൊളിയാണ്. വീട്ടിലെല്ലാവർക്കും ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വഴുതനങ്ങ കറിയോടൊരു താല്പര്യമുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് നല്ല പോലെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഈ അരിഞ്ഞ വഴുതനങ്ങ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലേക്കാണ് ഇടുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഈ പച്ച കളറൊക്കെ മാറി ഒരു കറുപ്പ് കളർ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴുതനങ്ങ അരിഞ്ഞ് തന്നെ ഇടുന്നത്, വെള്ളത്തിയിട്ടിടുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക.
എങ്കിലാണ് ആ കുരുവൊക്കെ ഒന്ന് പോയി നമുക്കടെ വഴുതനങ്ങ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കണ്ടോ വഴുതനങ്ങയുടെ കുരുക്കളൊക്കെ കിടക്കുന്നത്. ഇത് നമ്മൾ ഒരു തവണയൊന്നും കഴുകിയാൽ പോരാ കേട്ടോ. ഒരു 2-3 തവണ നമ്മൾ ഈ പരിപാടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുകല്ല്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് നമുക്കടെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് എല്ലാ വഴുതനങ്ങ കഷ്ണത്തേലും പിടിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കിയെടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണമെന്നോ, ഇതൊരു 10-15 മിനിറ്റ് സമയത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. നമുക്കടെ ഈ വഴുതനങ്ങയിലിട്ട് ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാൻ പോവാം. അതിന് ഇത്രയും സംഭവങ്ങൾ മാത്രം മതി. കുറച്ച് തേങ്ങ, കുറച്ച് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പലയും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് പതുക്കെ ചതച്ചും കൂടെ എടുക്കാം. ഈ സമയം ചതച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വഴുതനങ്ങ വെച്ചായിരുന്നല്ലോ, അതിൽ ഇതേപോലെ നിറയെ വെള്ളം വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. ഈ നമുക്കടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞിങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ പോയിട്ട് കിട്ടും. ഇത് കണ്ടോ, നമുക്കടെ വഴുതനങ്ങയിൽ നിന്ന് നമുക്ക് ഇത്രയും വെള്ളം കിട്ടി. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മളുടെ വഴുതനങ്ങ ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ആകെ ഇത്രയാണുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കറി വയ്ക്കാൻ പോവാം. ഇത് കറി വെച്ചെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. ഒരു ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് വാടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കടെ ഈ വഴുതനങ്ങ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ആ വഴുതനങ്ങ തിരുമ്മി വെച്ച സമയത്ത് നമ്മളതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ വഴുതനങ്ങയ്ക്ക് ഭയങ്കര ഉപ്പിൻ്റെ ചൊവ്വയായി പോവും. അതുകൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ഇടുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മളാദ്യം ഹൈ ഫ്ലെയിമിലായിരുന്നു, അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മൂടിയൊക്കെ മാറ്റി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ പരിപാടി തന്നെ നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ അരപ്പുണ്ടായിരുന്നല്ലോ, നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ആയിട്ടുണ്ടാക്കിയ അരപ്പ്, അതും കൂടെ ഇതിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് മൂടിയും കൂടെ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മൂടിയൊക്കെ മാറ്റിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയായി നമ്മുടെ കറിയുടെ ലെവൽ എന്നുള്ള കാര്യം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിയുടെ ഫൈനലായിട്ടുള്ള സംഭവമാണ് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടെ പോരാ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുക. നമ്മുടെ സ്റ്റൗവൊക്കെ അങ്ങ് ഓഫാക്കിയേക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെ, ഒരു സെർവിങ് ഡിഷിട്ട് മാറ്റുക. കണ്ടോ, നമുക്കടെ വഴുതനങ്ങയൊന്നും ഇങ്ങനെ കുഴഞ്ഞു പോവാതെ നല്ല രീതിയിലിരിക്കുന്ന കണ്ടോ. സാധാരണ ഈ വഴുതനങ്ങ കറി വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാതിരുന്നതിനോടൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞിരിക്കും, പിന്നെ അതിനൊരു വെള്ളച്ചോവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ളൊരു രീതി, ഈ മെത്തേഡൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വഴുതനങ്ങ കറി നല്ല സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്, ട്രൈ ചെയ്ത് നോക്കുമല്ലേ.